ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഞാനൊരു ഫുൾ റുട്ടീനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയറും ചെയ്യുക. എല്ലായിടത്തും ഇപ്പം ഭയങ്കര മഴയാണല്ലോ അല്ലേ? ഇവിടെ നല്ല മഴ തന്നെയാണ്. അയച്ചിട്ട് നിർത്താണ്ട് ഇങ്ങനെ മഴ പെയ്യണമെന്നില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഴയാണ്. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ ഞാനിവിടെ സേഫാണ് കേട്ടോ. ശരിക്കും ഞാനത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം ഇപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി ബിസി ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ടൈം എടുക്കേണ്ടി വന്ന് അതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഒരു സുബൈയുടെ ഒരു അരമണിക്കൂർ മുന്നേ സാധാരണ എണീക്കാറ്. അങ്ങനെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോഴേക്കും നമ്മൾ ഫ്രണ്ടിൽ ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഓഫാക്കും കേട്ടോ. അങ്ങനെ ഇതാ 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാനിതാ മോനെ വിളിക്കേണ്ടിയുണ്ടായിരുന്നു. കാരണം മദ്രസ ഇവർക്ക് ഒരു 6:45 ആകുമ്പോഴേക്കും മദ്രസ ഉണ്ട്. അപ്പോഴേക്കും മോനതാ എണീപ്പിക്കലാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അവനെ എണീപ്പിച്ച് അവന് ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കിച്ചണിൽ വന്ന് ആദ്യം തന്നെ ചെയ്യുക ചോറ് വെക്കലാണ്. പിന്നെ നല്ല വേവുള്ള അരിയാണെന്നെങ്കിൽ ഞാൻ തലേ ദിവസം രാത്രിക്ക് എടുക്കുമ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ വേഗം വേവ് കിട്ടാം. പിന്നെ ഞാൻ റൈസ് കുക്കറിലാണ് വെക്കാറ്. അപ്പോൾ 2-3 തിളക്ക് തിളക്കുമ്പോഴേക്കും നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാമല്ലോ. അങ്ങനെ തന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതാ മോനിതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. യൂണിഫോം ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ മദ്രസയ്ക്ക് പോവുക. കാരണം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് മദ്രസ വിടാറുള്ളൂ. പിന്നെ അത് വീട്ടിൽ വരലും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലും എന്താ പറയുക സ്കൂൾ ബസ് വരലും അങ്ങനെയൊക്കെ ആവും. അതുകൊണ്ട് ഇതാ യൂണിഫോം ഇട്ടിട്ട് തന്നെ പോവല്. സാധാരണ അവന് സൈക്കിളിലാണ് മദ്രസ പോവാറ്. സൈക്കിളിന് എന്തോ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, ചങ്ങല പൊട്ടി അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മദ്രസയ്ക്ക് ഞാൻ കൊടുന്നാക്കി കൊടുത്തതായിരുന്നു കേട്ടോ. പിന്നെ മദ്രസയിലും ബെല്ലൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 6:45 ആകുമ്പോഴേക്കാണ് അവർക്ക് ബെല്ലടിക്കാറ്. അപ്പോഴേക്കും നമ്മളിവിടെ മദ്രസയിൽ എത്തിക്കണോ, അല്ലെങ്കിൽ നല്ല ചീത്ത പറയും, അടിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പേടിയാണ്. അപ്പോൾ അത് ഞാൻ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ടാണ്. കാരണം ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ വീട്ടിൽ കയറിയിട്ട് തലെല്ലാം ഒന്ന് ജസ്റ്റ് തോർത്തി ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ നിന്നില്ല കേട്ടോ. അത്രമാത്രം നനഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കിച്ചണിൽ വന്നിട്ട് ഇതാ ചോറ് വെന്താൻ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അധികമൊന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് വേവുള്ള അരിയായിരുന്നു. അപ്പോൾ ഞാൻ 2-3 തിളം കൂടി തിളച്ചോട്ടെ വെച്ചിട്ട് വെയിറ്റാക്കി നിന്നതായിരുന്നു. പിന്നെ അതാ ഞാൻ മോനസ് മദ്രസയിൽ പോകുമ്പോൾ സാധാരണ എന്തെങ്കിലും ചായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താലൊന്നും കുടിക്കില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഗ്ലാസ് ചുടുവെള്ളം എന്തെങ്കിലും ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ 8 മണിയാകുമ്പത്തിന് വീട്ടിലെത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇതാ മോൻ്റെ ടിഫിനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെക്കലാണ്. കാരണം ഇനിയിപ്പോൾ അത് അടുത്ത ഡ്യൂട്ടി അതാണല്ലോ. അങ്ങനെ ഇതാ പിന്നെ മക്കൾ 2 പേർക്കും ഞാൻ ആദ്യം തന്നെ എന്തെങ്കിലും ഹോർലിക്സോ അല്ല ബൂസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും ചായയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെള്ളം വെക്കലാണ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് പത്തിരിയാണ്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പത്തിരി സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കറിയായിട്ട് ഞാൻ ഇന്നലെ നൈറ്റിൽ തന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡിയായി. കാരണം രാവിലെ പത്തിരി മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. തലേ ദിവസം കറിയൊക്കെ സെറ്റാക്കിയ കാരണം ഭയങ്കര എളുപ്പമായിരിക്കും. സ്കൂളിലെ ദിവസങ്ങളിലൊക്കെ ഞാൻ മിക്കത് അങ്ങനെ ചെയ്യാറ്. കാരണം എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തലേ ദിവസം കറി വെച്ച് വെക്കും. രാവിലെ എന്തെങ്കിലും എളുപ്പത്തിലുള്ള കടി ഉണ്ടാക്കും. അപ്പോൾ അതിന് സുഖമാണല്ലോ. അങ്ങനെ അതെല്ലാം സെറ്റായി. പിന്നെ മോനൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും മദ്രസ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവനക്ക് ഞാൻ വേഗം പത്തിരിയും കറിയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ മോൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കലാണ് കേട്ടോ. ലഞ്ചിന് കൊണ്ടുപോകണമെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറാണ്. ചോറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കൂടെ കൊടുത്തയക്കണത് വെണ്ടയ്ക്ക ഫ്രൈ ആക്കുമല്ലോ, അതാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടെ കറിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് മോര് കറിയും കൂടിയാണ്. പിന്നെ ഈ വെണ്ടയ്ക്ക ഫ്രൈ ആക്കിയതെന്നൊക്കെ വെച്ചാൽ സത്യത്തിൽ അവൻ കഴിക്കൊന്നുമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണ്ടേ. എന്നും ഇപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, അവന് ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കഴിച്ച് പോകും. പിന്നെ ഇതും വെച്ച് കൊടുക്കണ്ടേ, ഇതും കഴിക്കണ്ടേല്ലോ എന്ന് വെച്ചിട്ട് മാമിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. പിന്നെ സ്നാക്സിന് വെച്ചിട്ടുണ്ടായിരുന്നത് നുറുക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈഡായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നത് മാംഗോ ആയിരുന്നു. അത് 2-3 പീസസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്നാക്സും ലഞ്ചെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 8:20 ആകുമ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവൻ്റെ സ്കൂൾ ബസ് വരാനായി. അപ്പോൾ അവനെ വെയിറ്റാക്കി നിൽക്കുകയായിരുന്നേ.
അങ്ങനെ അത് രണ്ടുപേരും ഒരു 8:30 ആകുമ്പോഴേക്കും ഇറങ്ങും കേട്ടോ. അങ്ങനെ അത് രണ്ടാൾ സ്കൂളിൽ പോയി. അപ്പോഴേക്കും വീട്ടിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ എഞ്ചിനീയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചായ കൊടുക്കലാണ് കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് പിന്നെ ഞാൻ ശരിക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് അവരായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഇതാ കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ കിടക്കുന്നുണ്ട്. കാരണം അവരായിട്ട് പോയി സംസാരിച്ച കാരണം കുറേ സമയം അങ്ങനെ വേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴുകാൻ വേണ്ടി നിന്നിട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകൽ എന്ന് പറയുമ്പോൾ എൻ്റെ വലിയൊരു ഡ്യൂട്ടിയാണ്. കാരണം ഞാൻ മുന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തു തരുന്നത് എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ പാത്രങ്ങളും കഴുകാൻ നിൽക്കാറ്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഭയങ്കര ഭാരമായിട്ട് ഫീൽ ആവും കേട്ടോ. കാരണം കുറേ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാത് പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കും. പിന്നെ നമ്മൾ ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കുള്ളൂ. അപ്പോൾ നമുക്ക് വലിയ ഭാരമായിട്ട് ഫീൽ ആവില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഫസ്റ്റിലൊക്കെ പാത്രം കഴുകാന്ന് വെച്ചാൽ. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനത്തെ ആ മീൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഓയിലായിരുന്നു ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനത് കഴുകാൻ വെക്കലാണ്. ജസ്റ്റ് ഉപ്പിട്ടിട്ടൊന്ന് കഴുകിയതാണ്. കാരണം ഞാൻ അങ്ങനെ സാധാരണ ഉപ്പിട്ടിട്ടാണ്, കാരണം എൻ്റെ ഉമ്മ പറഞ്ഞു തന്നതാട്ടോ ഉപ്പിട്ടിട്ട് കഴുകണം മീനായാലും അതേപോലെ തന്നെ ചിക്കനായാലും ഒക്കെ. അപ്പോൾ അന്ന് മുതൽ ഞാനും ഉപ്പിട്ടിട്ട് തന്നെയാണ് കഴുകൽ. അങ്ങനെ അത് കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ കായം പരട്ടലാണ് കേട്ടോ. നമ്മൾ മീനൊന്ന് ആദ്യം തന്നെ കായം പരട്ടി വെക്കുമല്ലോ. പിന്നെ ഇത് എൻ്റെ ഉമ്മ കൊടുത്തയച്ചതാണ് കേട്ടോ ഈ ഒരു കായം. ഞാനിവിടെ വന്നേ മുതൽ ഉമ്മ ഇതേപോലെ കഴിയണതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൊടുത്തയക്കും. അത് ഉമ്മയുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉമ്മക്ക് അറിയുള്ളൂ കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തയക്കും. അതേപോലെ തന്നെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ അല്ലേ, അതും ഉമ്മ കൊടുത്തയക്കൂട്ടാ. അങ്ങനെ ഞാനിതാ മീൻ കായം പരട്ടലാണ്. ഇതുള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. കാരണം രാവിലെയൊക്കെ മക്കൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വേഗം റെഡി ആവൂട്ടാ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹെൽപ്പാണ്. അങ്ങനെ മീൻ കായം പരട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെക്കും. കാരണം അപ്പോഴേക്കൊന്ന് സെറ്റായിട്ട് വരും. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. ഉമ്മയുടെ കായത്തിൻ്റെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. പിന്നെ കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആവോലിക്കറി തന്നെ, വറുത്ത കറിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തില്ല. കാരണം ഞങ്ങൾ എൻജിനീയറൊക്കെ വന്ന് അവിടെ സംസാരിച്ച് അങ്ങനെ ഒരു ഹറിബറിയിലാണ് ഞാൻ കിച്ചണിൽ കയറിയത്. അപ്പോൾ ആ ഒരു തിരക്കിൽ ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ മറന്നു പോയി. അതായിരുന്നു കേട്ടോ അത് കാണാത്തത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണെല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ അടിച്ചു വരാനൊക്കെ വന്നിട്ടാ അകങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്നും തുടക്കമൊന്നുമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർപ്പറ്റാണ് വിരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം വീടെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ താമസിച്ച വീടാണ്. കാരണം ഇവിടെ ജോയിൻറ്റ് ഫാമിലിയാണ്. പിന്നെ ഇപ്പോൾ ബാക്കി എല്ലാവരും വീട് താമസിച്ചിട്ടൊക്കെ പോയി അങ്ങനെ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പിന്നെ മക്കളല്ല മോന് ചെറിയ ആൾ സ്കൂളിൽ പോകുമ്പോൾ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ബുക്സൊക്കെ അവിടെ ഇട്ടിട്ടാണ് പോകുക. അങ്ങനത്തെ മോൻ്റെ ബുക്സ് എല്ലാം എടുത്ത് ഒതുക്കി വെച്ച് അതൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അടുത്ത ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രാവിലെ തിരക്കിൽ എണീക്കണതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും കുടഞ്ഞ് വെക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അന്നേരം അതൊക്കെ സെറ്റാക്കലാണ് കേട്ടോ. പിന്നെ മോൻ്റെ റൂമിൽ മൂത്താളുടെ റൂമിൽ പോയതാണ്. പിന്നെ പ്രത്യേകിച്ച് ബോയ്സ് അല്ലേ, അവരുടെ റൂമൊന്നും അത്ര നീറ്റായിട്ട് ഇരിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അവൻ്റെ റൂമിൽ പോയിട്ട് അവൻ്റെ ബെഡ്ഷീറ്റും പുതപ്പും അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു. ജസ്റ്റ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൻ്റെ കബോർഡൊന്ന് തുറന്നതായിരുന്നു കേട്ടോ. തുറന്നു നോക്കി നോക്കുമ്പോൾ കുറേ ഡ്രസ്സെല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് വൃത്തിയാക്കി മടക്കി വെക്കാമെന്നൊക്കെ. അങ്ങനെ കബോർഡിൽ നിന്ന് ഡ്രസ്സെല്ലാം പുറത്തേക്ക് വെച്ചിട്ട് കുറേ ഡ്രസ്സെല്ലാം ഒഴിവാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ഡ്രസ്സൊക്കെ മതിയല്ലോ. കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനക്ക് വലിച്ചിടാനുള്ള ടെൻഡൻസി ഒക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഒക്കെ മടക്കി വെക്കലാണ് കേട്ടോ. മിക്ക വീട്ടിലത്തെ ബോയ്സിൻ്റെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണേ. കാരണം ഞാനിപ്പോൾ ഈ ഒതുക്കി വെക്കലും കാര്യങ്ങളൊക്കെ ഒരു 3 ദിവസത്തിന് ഉണ്ടാവും ഓൾമോസ്റ്റ്. പിന്നെ വീണ്ടും ഒരു ഡ്രസ്സ് എടുക്കുമ്പോഴേക്കും അത് മറ്റേ ഡ്രസ്സ് താഴേക്ക് വീണ് അങ്ങനെയൊക്കെ ആയിട്ട് ആകെ അലങ്കോലാക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു കാണുന്ന ഒരു സമാധാനത്തിൽ നമുക്ക് കബോർഡൊക്കെ തുറക്കുമ്പോൾ ഒരു വൃത്തിക്കൊക്കെ കാണണമല്ലോ. ആ ഒരു സമാധാനത്തിന് വീണ്ടും വീണ്ടും ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക എന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു.
ഇത് ഇവിടുത്തെ ഉമ്മാടെ ഉപ്പാടെ റൂമായിരുന്നു കേട്ടോ. ഇപ്പോൾ മോനാണ് ഇവിടെ കിടക്കാറ്. അപ്പോൾ ഇതാ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനിത് ഒതുക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഏകദേശം ഡ്രസ്സെല്ലാം മടക്കി വെച്ച് ഞാനിതാ കബോർഡിൽ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞാൽ മോനോട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഇതാ വൃത്തിക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ഇനി എന്നും ഇങ്ങനെ കാണണമൊക്കെ. എവിടെ 2-3 ദിവസം കഴിഞ്ഞാൽ പഴയ സ്റ്റേജിലേക്ക് തന്നെ എത്തും. എന്നാലേ നമുക്കൊരു സമാധാനമാണല്ലോ, റൂമൊക്കെ നീറ്റായിട്ട് കബോർഡൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സമാധാനമല്ലോ. അങ്ങനത്തെ ഏകദേശം മോൻ്റെ ഡ്രസ്സൊക്കെ ഇതാ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ റൂമൊക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഡ്രസ്സൊക്കെ ഒഴിവാക്കിയല്ലോ, പിന്നെ ആവശ്യമുള്ള ഡ്രസ്സ് മാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഇനി മടക്കി വെക്കാണ്ട്. ഇനി മഴയല്ലേ, ഭയങ്കര മഴയല്ലേ, കുറേ ഡ്രസ്സ് ഉണങ്ങാത്ത മേലെ ഉണങ്ങാത്ത ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതെല്ലാം ഏകദേശം കഴിഞ്ഞ് അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് പിന്നെ തുടക്കാനൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എന്നും തുടക്കൊന്നുമില്ല, 2 ദിവസമൊക്കെ കൂടുമ്പോൾ തുടക്കാറുള്ളൂ. പിന്നെ കാർപ്പറ്റല്ലേ, വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല, അടിച്ചു വരി ഇടാറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇന്ന് ഫ്രൈഡേ അല്ലേ, സാധാരണ ഫ്രൈഡേ ചുമ്മാൻ്റെ സമയത്ത് എത്ര മഴ ഉണ്ടെങ്കിലും ഒരു വെയിൽ വരാറുണ്ട്. എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞങ്ങളവിടെയൊക്കെ ഞങ്ങളെല്ലാവരും പറയുകയും ചെയ്യും, എല്ലാവർക്കും എങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ആ സമയം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഡ്രസ്സെല്ലാം മേലെ വാഷ് ചെയ്തത് ഉണങ്ങാത്ത കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പോയി വെക്കുമ്പോൾ ഷോൾ ഐറ്റംസൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അത് 2, 3, 4 ദിവസത്തെ ഡ്രസ്സെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുന്ന് പുറത്തേക്ക് ഇട്ട് അപ്പോഴേക്ക് ഇതാ വീട്ടിലൊരു പാർസൽ വന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ അനിയത്തിയുടെ മോളുടെ മാരേജ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവളിവിടെ നാട്ടിലില്ല. അപ്പോൾ എൻ്റെ അഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അവർ എന്താ പറയുക, ഇതിൻ്റെ OTP അങ്ങനെ എന്തൊക്കെയോ ഫോണിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം സമയം അവരവിടെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ പാർസലൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ ഞാനിതാ കബോർഡിൽ കൊണ്ടുവെക്കാമെന്ന് വെച്ച്. ഇതൊക്കെയാണ് കേട്ടോ വന്ന സാധനങ്ങൾ. ഞങ്ങൾക്കുള്ള ഡ്രസ് കോഡ് ഉണ്ട്, അതും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഞാൻ പോയിട്ട് കുളിക്കലും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലോ പണിക്കാർ വന്നുകൊണ്ട് കുറേ ഞാൻ അങ്ങനെയും പോസ്റ്റായി. പിന്നെ നേരം വൈകിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും. പിന്നെ അത് ലഞ്ച് കഴിക്കുമ്പോൾ ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾമോസ്റ്റ്. അങ്ങനെ അതാ ഫുഡ് കഴിക്കലാണ്. ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് എടുക്കാൻ മറന്നു പോയി എന്നൊക്കെ. ആ ഒരു കറിയാണ് കേട്ടോ ഇത്, ആവോലിക്കറിയാണ്, തേങ്ങ അരച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നത് ആവോലി ഫ്രൈ ആക്കിയതുണ്ടായിരുന്നു. പിന്നെ അച്ചാറായിട്ടുണ്ടായിരുന്നു. അച്ചാർ ഞാൻ പൊതുവേ ഇങ്ങനെ ചോറിൽക്കൊന്നും കഴിക്കാറില്ല. പിന്നെ ഇത് ചിപ്പുവിൻ്റെ എൻഗേജ്മെൻറ്റിന് കൊണ്ടുവന്ന അച്ചാറായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ ഇതാ അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് പണിക്കാർക്കും ചായ കൊടുക്കേണ്ടിയുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഇത് വേഗം തിരക്കിലുണ്ടാക്കിയതാണ്. പിന്നെ മോന് സ്കൂളിട്ട് വരാനായിട്ടുണ്ടായിരുന്നു, അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അങ്ങനത്തെ മോനതാ സ്കൂളിട്ട് വന്ന് അവനതാ പഴംപൊരിയും ചായയും എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇത് മോനിക്ക് അവൻ്റെ പപ്പ കൊടുത്തയച്ചതായിരുന്നു. കുറച്ച് സാധനങ്ങൾ പാർസൽ അയച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയിട്ട് ആഗ്രഹിച്ചതായിരുന്നു. അവൻ്റെ പപ്പ വിളിക്കുമ്പോൾ എപ്പോഴും പറയലുണ്ട് കൊടുത്തയക്കുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുത്തയച്ചതായിരുന്നു. ആൾ ഭയങ്കര എന്താ പറയുക, യൂണിഫോമൊന്നും അയച്ചിടാണ്ട് അല്ലെങ്കിൽ വന്ന ഉടനെ ഫ്രഷ് ആവാനൊക്കെ പോകലുണ്ട്. അതിനൊന്നും അവനക്ക് സമയം കിട്ടണില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ അതായിട്ടൊക്കെ എടുത്ത് കളിക്കലാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇക്കാടെ പെങ്ങളുണ്ട്, അവൾ കോളാക്കിയിട്ടുണ്ടായിരുന്നു. വേറൊരു പെങ്ങളുണ്ട്, അവളുടെ മോളുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ വണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ലോങ് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ അവളുടെ വീട്ടിലെത്തി. പിന്നെ ഇതാ ഇക്കാട് പെങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല, അവൾ മലേഷ്യ പോയിക്കായിരുന്നു. അങ്ങനെ ഇതാ പിന്നെ വന്നിട്ട് കാണുകയാണ് കേട്ടോ ഞങ്ങളിതാ അവരുടെ വീട്ടിലെത്തി. നല്ല മഴയ്ക്കൊരു കുറവില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജുമായുടെ സമയത്ത് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സമയത്ത്. അപ്പോൾ കുറച്ച് ഡ്രസ്സെല്ലാം ഉണങ്ങി. പിന്നെ തുടങ്ങിയ മഴയാണ്, മഴയ്ക്കൊരു കുറവില്ല. അങ്ങനെ ഇതാ അവരുടെ വീട്ടിലെത്തി. റീനുവിനെല്ലാം കണ്ട് അവരായിട്ട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അത് ഞങ്ങൾ ചായ കുടിക്കാണ്ട് ഇരുന്നിട്ടാ. ചായ എല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും പഴംപൊരി തന്നെയായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, കാരണം പണിക്കാർക്കൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വീട്ടിലെത്തുമ്പോൾ രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ. രാത്രിക്കത്തെ വീഡിയോസ് ഞാൻ എടുത്തില്ല, കാരണം അവിടെ എത്താൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാണ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ, താങ്ക് യു.